ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചോണ്ട മകളെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നേ? ഇന്നത്തെ അംഗം തുടങ്ങിയോ? ഓ, ഞങ്ങൾ പറയുന്നതിനാണോ തെറ്റ്? ആ ദുർഗ കാണിച്ചു കൂട്ടുന്നതിന് ഒരു കുഴപ്പമില്ലേ? ദുർഗ ഇപ്പൊ എന്ത് ചെയ്തു? മകൾ രാവിലെ ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അത് സത്യമാണോന്ന് അച്ഛൻ അന്വേഷിക്കണം. അല്ലാതെ അവളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പാവെ പോലെ ഇരിക്കല്ല വേണ്ടത്. വസുമതി വേണ്ട, പറഞ്ഞ് അതിര് വിടണ്ട. ഓ, നാത്തും പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ആ നാശം പിടിച്ചവള് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ ഇനി ഇന്ദ്രപ്രസ്ഥത്തിൽ പോവില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞത്? ഓ അതെ, അതിനിപ്പോ എന്താ? അതെ, അവൾക്ക് അവളുടെ അമ്മയാണ് ദൈവം എന്നല്ലേ പറയാറ്. എന്നിട്ടാണോ അമ്മയുടെ പേരിലിട്ട് സത്യം അവൾ തെറ്റിച്ചത്? സത്യം തെറ്റിച്ചുന്നാ? ആര്? ദുർഗയോ? അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കേട്ടില്ല നാത്തുനെ, അവൾ അങ്ങനെ ചെയ്യില്ലെന്ന്. ജയമേ, നിങ്ങളെ കരുതുന്ന പോലെ പുണ്യാളത്തിയൊന്നും അല്ല കൊച്ചുമോള്. അവളെ പഠിച്ച കള്ളിയാ. സത്യം ഇടുന്നതിനും കൊടുക്കുന്ന വാക്കിനും അവൾക്ക് യാതൊരു വിലയില്ല. ഓ, നീ കാര്യം പറ വസുമതി. ദുർഗ ഇന്നും ആ കിരണിനെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നിരുന്നു. എന്തിന്? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൾ അങ്ങോട്ട് ചെന്നു മാത്രമല്ല, ആ നാശം കാരണം മഹാദേവൻ ചേട്ടന് അറ്റാക്ക് വന്നു. മഹാദേവൻ അറ്റാക്കോ? അതെ, എല്ലാത്തിനും കാരണം ദുർഗയാ. അയ്യോ, അവളോടും കിരണിനോടും സംസാരിക്കുന്നതിനിടയിലാ പൃഥ്വിയുടെ അച്ഛൻ കുഴഞ്ഞു വീണേന്നാ ആഷി വിളിച്ചപ്പോ പറഞ്ഞത്. ഈശ്വരാ, എന്തൊക്കെയായി കേൾക്കുന്നേ? എന്നിട്ട് മഹാദേവന് ഇപ്പൊ എങ്ങനെയുണ്ട്? അറിയില്ല, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോകരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടും ഇവളെന്തിനാ അങ്ങോട്ട് വീണ്ടും വീണ്ടും കയറി ചെല്ലുന്നേ? ചത്തുപോയ തള്ളയെ അവിടെയാണോ അടക്കിയിരിക്കുന്നേ? നീ എന്തൊക്കെയാ വസുമതി പറയുന്നേ? പിന്നെ അല്ലെങ്കിൽ പിന്നെ അമ്മ കാര്യം പറ. ഏതായാലും എന്റെ മോളുടെ ജീവിതത്തിലെ സന്തോഷം കളയുക എന്നത് മാത്ര അവളുടെ ലക്ഷ്യം എന്ന് എനിക്ക് ഉറപ്പായി. അതിലൊരു സംശയം വേണ്ട. പൃഥ്വിയാശിയും കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് യാത്രയൊക്കെ ചെയ്യേണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കില്ലേ അവള്? നാശം. ഒരാൾക്ക് അസുഖം വരുന്നതിനെ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല ഗിരിജ്. അത് മനസ്സിലാക്കണമെങ്കില് മരുന്നിനെങ്കിലും വിവരം വേണം. ഓ, വിവരം ഒരുപാടുള്ള ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ, അത് മതിയല്ലോ. അതെ, തള്ള ചത്തുപോയതിന്റെ കൂടെ ഇവളും കൂടി ചത്തുപോയാൽ മതിയായിരുന്നു. ഈ വീട് നന്നായേന്. ഗിരിജെ, നിർത്ത്. ഇനി ഒരു വാക്ക് എന്റെ മോളെ കുറിച്ച് പറഞ്ഞാലേ അടിച്ച് പല്ലി ഞാൻ താഴെയിടും. ഓ, നിങ്ങക്ക് പൊള്ളിയല്ലേ? ഓ, ചത്തുപോയവളുടെ മകളെ പറഞ്ഞപ്പോ നിങ്ങക്ക് പൊള്ളിയല്ലേ? ദുർഗ ജയശ്രീയുടെ മാത്രം മോളല്ല, എന്റെയും കൂടിയാ. അത് നിങ്ങൾ മറക്കരുത്. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാത്തുനെ. നാത്തു നിങ്ങ പോരെ. മോനെ, നീ കഴിക്കുന്നില്ലേ? വേണ്ട, വയറ് നിറഞ്ഞു. എപ്പ ആഹാരം കൊണ്ട് വെച്ചാലും അപ്പ തുടങ്ങും അവള്. അവിടെ താമസിച്ചിരുന്ന ശുഭ എന്നൊരു സ്ത്രീയെ ഓർമ്മയുണ്ടോ? ആ ശുഭയുടെ മകന് ഈ നിൽക്കുന്ന കിരൺ.